തൗബക്കെന്താ ഷർത്തുകളുണ്ട്? ഈ തൗബത്തി സലാസത ശുറൂത്തിൻ 3 ഷർത്തുകളാണ്. ഒന്നാമത്തെ അവ്വലുൽ നദമു അലാ ഇർതിഖാബിൻ ദംബി, പാപങ്ങളെ ചെയ്യുക. ഇർതിഖാബ് ചെയ്യുന്നതിനെ തൊട്ട്, ഇർതിഖാബ് എന്ന് പറഞ്ഞാൽ ഇതാണ് അർത്തഖബ യർതഖബി ഇർതിഖാബൻ, അത് പ്രവർത്തിക്കുന്നതിനെ തൊട്ട്, അതുപോലെ പ്രവർത്തിക്കുന്നതിനെ തൊട്ട് ചെയ്യുക. കേവിച്ച് മടങ്ങുക, ഞാൻ പ്രവർത്തിക്കൂല റബ്ബേ, ഇന്നലെ വരെ ഞാൻ പ്രവർത്തിച്ചു പോയി, എന്നോട് ക്ഷമിക്കണം, എന്നോട് പൊറുക്കണം, എന്നോട് മാപ്പ് നൽകണം എന്ന് പറഞ്ഞ് അല്ലാഹുവിലേക്ക് പശ്ചാത്താപിക്കണം. രണ്ടാമത്തെ ചെയ്യണം പറ്റേ പാപങ്ങൾ വിരമിക്കണം. ഇനി ഞാൻ ചെയ്യില്ല, ഇനി ഞാൻ പാപം ആവർത്തിക്കില്ല, ഇനി ഞാൻ പാപത്തിലേക്ക് മടങ്ങില്ല എന്നതിൽ അല്ലാഹുവിലേക്ക് ചെയ്യണം, പശ്ചാത്താപിക്കണം. മാത്രമല്ല മൂന്നാമത്തെന്നറിയാമോ? അൽ ഖസമു അലാ തർക്കിഹി, പാപം ചെയ്യുന്നതിൽ നിന്ന്, പാപം ചെയ്യുന്നതിനുള്ള ദൃഢനിശ്ചയം ചെയ്യുക. ഇതാണ് പാപം ചെയ്യുന്നതിനെ തൊട്ട് ഞാൻ പാപം ചെയ്യില്ല, ഞാൻ പാപം വീക്ഷിക്കുന്നു. വൈകാലകമ്പന്യ പാപമായാൽ ആദമിനെ ബന്ധിച്ച് ആ മനുഷ്യന്മാരുമായുള്ള ബന്ധം കൊണ്ടുള്ളതായ പാപമായാൽ അവിടത്തിൽ നിർബന്ധമായ 4 ഷർത്തുകൾ, അവിടെയാണ് 4 ഷർത്ത്. പത്ര തൗബയുടെ ഭാഗങ്ങൾ 3 ഉള്ളൂ. അതിന്റെ ഷർത്തുകൾ എത്രണ്ണമുണ്ട്? 4 എണ്ണമുണ്ട്. അതിൽ ഒന്നാമത്തെ എന്താണ്? വഹുവ അൽ ബറാഅത്തു മിൻ കുല്ലി ഹഖ്ഖിൽ ആദമി, മനുഷ്യന്റെ ബാധ്യതകളിൽ നിന്ന്, ആ ബാധ്യത എന്തൊക്കെയുണ്ടോ ആ ബാധ്യതകൾ നിറവേറ്റുന്നവരാകണം. പരസ്പരം ഒരു കാര്യം നന്മ ചെയ്താൽ ആ നന്മയിൽ അയാൾ ചെയ്ത നന്മയ്ക്ക് നമ്മോടുള്ള സ്നേഹം അയാൾക്ക് രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ അയാൾ ചെയ്ത വലിയൊരു കാര്യമാണ് എന്റെ ജീവിതത്തിൽ മറ്റാരും ചെയ്യാപ്പെടാത്തൊരു കാര്യം, ആ കാര്യത്തിൽ നിന്ന് എന്നെ സഹായിച്ചല്ലോ, എന്നെ നല്ല രീതിയിൽ ബന്ധപ്പെടുത്തിയല്ലോ, അതുകൊണ്ട് എനിക്ക് അവനോടൊരു ബാധ്യതയുണ്ട് എന്ന നിലയിൽ അല്ലാഹുവിലേക്ക് പശ്ചാത്താപിക്കണം. നല്ലൊരു പശ്ചാത്താപം, അല്ലാഹുവിലേക്ക് പശ്ചാത്താപിക്കണം. എങ്ങനെയുള്ളതാണ്? തനിച്ചതായ പശ്ചാത്താപം, മേൽ പറയപ്പെട്ടതായ ശക്തികളോടുകൂടെ അല്ലാഹു പുറത്തു തരുന്നതാണ്. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് പശ്ചാത്താപം നടത്തണം. സൃഷ്ടിയോട് ബാധ്യത വഹിച്ചിട്ടാണ് അല്ലാഹുവിന് പശ്ചാത്താപം ചെയ്യുന്നത്. ഒരു സൃഷ്ടിയോട് ബാധ്യതയുണ്ട്. അവന് ചെയ്തു കൊടുത്ത കാര്യങ്ങൾ നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ തിരിച്ച് അവനൊന്നും ചെയ്തില്ല, അവർ നന്ദിയും പറഞ്ഞില്ല, എന്നിട്ട് അല്ലാഹുവിനോട് ചോദിച്ചാലില്ല, അവന് പശ്ചാത്താപമില്ല. കാരണം എന്താണ്? അല്ലാഹു സ്വീകരിക്കും. പക്ഷേ ആ സൃഷ്ടിയുടെ എന്ത് വേണം? ഒരുത്തം വേണം. ഉമ്മയോട് തെറ്റ് ചെയ്തു മകൾ, എന്നാൽ മകൾക്ക് എന്ത് ചെയ്യണം? ഉമ്മയോട് പൊറുക്കലിനെ ചോദിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? അല്ലാഹുവിനോട് ചോദിച്ചാൽ എന്റെ തൗബയെ ആര് സ്വീകരിക്കും? അല്ലാഹു സ്വീകരിച്ചു. അപ്പൊ മരണപ്പെട്ടവരാണെങ്കിലോ അവിടെ കബറിനടുക്കൽ പോയിട്ട് അല്ലെങ്കിൽ അവരുടെ അവരോട് അപ്പോഴാണ് അല്ലാഹു നമ്മുടെ തൗബയെ അല്ലാഹു സ്വീകരിക്കും. അല്ലാഹു നമ്മുടെ മുഴുവൻ പാപങ്ങളും മാറാനായി കാരണമാകും. അല്ലാതെ എന്തില്ല, മാതാപിതാക്കളുമായ ബന്ധത്തിൽ നിങ്ങൾ പോയി എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞിട്ട് മാറിയിരുന്നാൽ അത് നമ്മൾ ദുനിയാവിലും ആഖിറത്തിലും പരാജയപ്പെടും. അല്ലാഹു തആല അല്ലാഹു പറയുകയാണ്, എന്തെന്നറിയോ? അല്ലാഹുവോട് നീ പൊറുക്കലിനെ തേടണം. ഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമാ, തീർച്ചയായും അല്ലാഹു തആല ഏറ്റവും പൊറുക്കുന്നവനും കാരുണ്യം ചെയ്യുന്നവനുമാണ്. മനുഷ്യനേക്കാൾ നന്ദിയുള്ളവനാണ് അല്ലാഹു. പക്ഷെ മനുഷ്യൻ നന്ദി കെട്ടവനാണ്. യജമാനന് പോലും നന്ദി കാണിക്കാത്തവനാണ് മനുഷ്യൻ. നന്മ ചെയ്താൽ പോലും അത് വേണ്ടതുപോലെ പ്രോത്സാഹനമോ അത് നന്ദി രേഖപ്പെടുത്തുന്നവനോ അല്ല മനുഷ്യൻ. പക്ഷെ അല്ലാഹു അങ്ങനെയല്ല. അല്ലാഹു എല്ലാ നിലയിലും നന്ദി രേഖപ്പെടുത്തുന്നവനാണ്. അല്ലാഹു തആല പറഞ്ഞതാണ്, നീ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്ക്. ഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമാ, തീർച്ചയായും അല്ലാഹു തആല പൊറുക്കുന്നവനായിരിക്കുന്നു, റഹീമുന്നവൻ കാരുണ്യ ചെയ്യുന്നവനുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി തങ്ങൾ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, താഇബുൻ മിനദ് ദംബി
കമൻ ലാ ദംബ ലഹു. അല്ലാഹു പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? അല്ലാഹുവിലേക്ക് പശ്ചാത്താപിക്കണം, അല്ലാഹുവിലേക്ക് പശ്ചാത്താപിക്കണം. ഫമൻ ലാ ദംബ ലഹു, ഫമൻ ഒരുവൻ പാപം ചെയ്തവനെ പോലെ അല്ലാഹുവിലേക്ക് എന്ത് ചെയ്യണം? പാപം ചെയ്തതിനെ തൊട്ട് റബ്ബിലേക്ക് പശ്ചാത്താപിച്ച് മടങ്ങുന്നവനാകണം. ഉത്ലബു മത്താബൻ ബിന്നദാമത്തി മുഖ്ലിആ بوزم ترك الذنب فيما استقبلا وبراءة من كل حق الآدمي ولغاية يرقان فرعا وكملا وتوبة مفتاح كل طاعة وأساس كل الخير وأجمع الأشملا നല്ല രീതിയിൽ അല്ലാഹുവിലേക്ക് നമ്മൾ എത്തണം, പശ്ചാത്താപത്തെ തേടപ്പെടണം, പാപങ്ങൾ ഉപേക്ഷിക്കുകയും പാപങ്ങൾ ചെയ്യൂല തീരെ ദൃഢനിശ്ചയത്തോടെ അതേ പാപങ്ങളിൽ നിന്ന് വിരമിച്ചവനായ ദൃഢനിശ്ചയത്തോടെ ആ പാപങ്ങൾ ചെയ്യില്ല. അല്ലെങ്കിൽ വന്നുപോയ തകരാറുകളെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് പൂർണ്ണമായും മടങ്ങുന്നവനാകണം. ആദമിനോടുള്ളതായ ബന്ധങ്ങളെ, മനുഷ്യരുമായുള്ള നല്ല ബന്ധങ്ങളെ, മനുഷ്യൻ സ്ഥാപിച്ചു തന്ന നല്ല ബന്ധങ്ങളെ അത് നല്ല രീതിയിൽ കാണുന്നതുകൊണ്ട് നന്ദിയുള്ളവനാകണം. ഈ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഈ പറയുന്ന കാര്യങ്ങൾ പരിപൂർണമാകും നീ തൗബ ചെയ്യേണ്ടത്. തൗബയുണ്ടല്ലോ, താക്കോലാണ്, മുഴുവൻ വഴിപ്പെടുന്നതിന്റെയും താക്കോലാണ്, അടിത്തറയാണ്, എല്ലാ നന്മകളുടെയും അടിസ്ഥാനമാണ്. അതുകൊണ്ട് പരിപൂർണമായ എല്ലാം ഉൾക്കൊണ്ട നിലയിൽ നീ റബ്ബിലേക്ക് നീ പശ്ചാത്താപിക്കുന്നവനാകണേ, ആകുന്നവളാകണേ. അതാണ് വേണ്ടത്.